പണ്ടാറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. താങ്കൾ കരുതുന്ന പോലെ താങ്കളുടെ ഈ ഒരു സ്വപ്നങ്ങളൊക്കെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP-ക്കൊപ്പം നേർന്ന് നടത്താൻ സാധിക്കുമെന്ന് കരുതുന്നു? ഉത്തരം പറ. അത് ഞാൻ പറഞ്ഞിട്ട് അത് സാധിക്കുമെന്ന് ഉറപ്പുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ നിന്നെ സ്നേഹിക്കണ്ടേ? അല്ല, എന്റെ അൻപിന്റെ സ്ഥാനത്ത് നിന്നെ ഞാൻ കാണണ്ടേ? കാണും. അതാ നയിക്കാം. There's a condition. എന്നിൽ അധികാരം വരണം. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഞാൻ മുമ്പിൽ കാണുന്നത് ഒരു ഇലക്ഷന് വേണ്ടി ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമല്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. നാളെ മത്സരിക്കാനുണ്ടെങ്കിലുണ്ടാവും. അല്ല, മത്സരം അധികാരമല്ലല്ലോ. പിന്നെ നാണക്കെടുത്തി. മത്സരത്തെ ഞാനൊരു അധികാരമായിട്ട് എടുക്കുന്നില്ല. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഒരു പോസ്റ്റ് ഇപ്പൊ BJP എന്ന് പറയുന്ന ഒരു പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടിയിൽ കൂനിമ്മേ കുരുന്ന് പറഞ്ഞതുപോലെയായി ഇപ്പൊ കാര്യങ്ങൾ. ഞാനിപ്പോൾ വെറും ഒരു സിനിമാ നടനാണ്. എത്രയോ സിനിമാ നടന്മാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ രാജസേന വന്നിട്ട് പോയി. അങ്ങനെ ഒരുപാട് സിനിമാ നടന്മാർ വരവും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ BJP-യിൽ ചേരാനായിട്ടുള്ള വളരെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണത്. അത് വെറുതെ അങ്ങനെ കയറി ചാടിയതല്ല. കഷ്ടകാലത്ത് കുഷ്ഠം വന്നു എന്ന് പറയുന്ന പഴഞ്ചൊല്ലല്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എനിക്ക് റീസൺസ് ഉണ്ട് ഇത് പറയാനായിട്ട്. അങ്ങനെയുള്ള ആ സ്വപ്നങ്ങൾ സാധീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കും. എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് സാധിക്കും. എനിക്ക് അതിനുള്ള കഴിവുണ്ട്. എവിടെയാണ് പ്രശ്നം? ഒരു സിനിമാ നടൻ എന്ത് പറഞ്ഞാലും ആരും ശ്രദ്ധിക്കില്ല, മാധ്യമങ്ങൾ ശ്രദ്ധിക്കില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. BJP-ക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് കേരളത്തിൽ. പക്ഷെ BJP-യുടെ കളിക്കാർ കളിക്കുന്നില്ല. അത് ശരി. അപ്പൊ അതിനു വേണ്ടിയിട്ടാണോ കുഞ്ഞാട് അച്ഛന്റെ മേടയിലേക്ക് കയറി വന്നിരിക്കുന്നത്? മൈനോറിറ്റീസിനെ കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് ഒരു കാലത്തും കേരളത്തിൽ ജയിക്കാൻ പറ്റില്ല. ഇവിടുത്തെ പ്രശ്നം വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ളത്. അത് ഞാൻ ഉറപ്പിച്ച് പറയാണ്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ശ്രമിച്ചില്ലെങ്കിൽ നടക്കില്ല. ഇത് ഞാൻ തുറന്നു പറഞ്ഞാണ്. നമ്മൾ എന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ. വിശ്വാസികൾ ഭരിക്കുന്ന ഒരു നാടായിരിക്കണം കേരളം. അവിശ്വാസികൾ തോൽക്കണം. ഞാൻ അതിന് യോഗ്യനാണ്. മനസ്സിലല്ലേ? വെറുതെ പറയുന്നതല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ ദായോളിയാണ്. ഇനിയൊരു വോട്ടിങ്ങിന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഉണ്ടോ മാഡം? ഇല്ല. അവന് സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു അവൻ ഈ ഭൂലോകം മുടിച്ചേനെ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?